ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ 8ാം ക്ലാസ്സിലെ മാത്സിൻ്റെ തുല്യ ത്രികോണങ്ങൾ എന്ന് പറഞ്ഞ ഒന്നാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ 21 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ചുവടെയുള്ള ഓരോ ജോഡി ചിത്രങ്ങളിലും ഒന്നാം ത്രികോണത്തിലെ വശങ്ങൾക്ക് തുല്യമായ വശങ്ങൾ രണ്ടാം ത്രികോണത്തിൽ നിന്ന് കണ്ടുപിടിച്ചെഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് 2 ജോഡി ത്രികോണങ്ങളെ ചിത്രം തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ആദ്യത്തെ ജോഡിയിൽ ഒരു വശം, 2 ത്രികോണത്തിലും ഓരോ വശവും ആ വശത്തിൻ്റെ 2 ഭാഗത്തുള്ള കോണുകളും തന്നിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം 2 കോണും അതിൻ്റെ ഇടയിലുള്ള ആ ഒരു വശവും തുല്യമായാൽ ആ 2 ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ് എന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതിൽ തന്നെ ഏതൊക്കെ വശങ്ങളാണ് തുല്യമായിട്ടുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇതിൽ നോക്കൂ, ആദ്യ ത്രികോണത്തിൽ എ ബി എന്ന് പറഞ്ഞ വശം 6 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതുപോലെ രണ്ടാമത്തെ ത്രികോണത്തിൽ ക്യു ആർ എന്ന് പറഞ്ഞ വശം 6 സെൻറ്റിമീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ എന്തെഴുതാം, നമുക്ക് എ ബി is equal to ക്യു ആർ എന്ന് എഴുതാം അല്ലേ. ഇനി നോക്കൂ, ആദ്യ ത്രികോണത്തിൽ കോൺ എ എന്ന് പറഞ്ഞത് 50 ഡിഗ്രിയാണ്. രണ്ടാമത്തെ ത്രികോണത്തിൽ കോൺ ആർ എന്ന് പറയുന്നതും 50 ഡിഗ്രിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കോണിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന എതിർവശത്ത് വരുന്ന വശങ്ങളും തുല്യമായിരിക്കും അല്ലേ. കോൺ എ എന്നും കോൺ ആറും തുല്യമായതുകൊണ്ട് തന്നെ അവയ്ക്ക് എതിരെ വരുന്ന വശങ്ങളും തുല്യമായിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ് അതിൻ്റെ എതിരെ വരുന്ന വശങ്ങൾ? ബി സിയും പി ക്യൂ അല്ലേ. അപ്പോൾ ബി സി is equal to പി ക്യൂ എന്ന് എഴുതാം. ഇനി നോക്കൂ, തുല്യ ത്രികോണങ്ങളായതുകൊണ്ട് തന്നെ മൂന്നാമത്തെ വശം തുല്യമായിരിക്കും അല്ലേ. ഏതൊക്കെയാണ്? എ സി is equal to പി ആർ എന്ന് എഴുതാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ നോക്കൂ, അതിൽ നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? ആദ്യത്തെ ത്രികോണത്തിൽ എൽ എം എൻ എന്ന് പറഞ്ഞ ത്രികോണത്തിൽ 2 കോണുകൾ തന്നിട്ടുണ്ട്. ഒന്ന് 30 ഡിഗ്രിയാണ്, ഒന്ന് 80 ഡിഗ്രിയാണ്. പിന്നെ ഒരു വശവും തന്നിട്ടുണ്ട്, അത് 8 സെൻറ്റിമീറ്റർ ആണ്. അടുത്ത ത്രികോണത്തിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? 2 കോണുകൾ തന്നിട്ടുണ്ട്, 70ഉം 30ഉം. പിന്നെ അവയ്ക്ക് നടുവിൽ വരുന്നത്, അതായത് 8 സെൻറ്റിമീറ്റർ വശം തന്നിട്ടുണ്ട്. ആ വശത്തിൻ്റെ 2 എൻഡിലുള്ള കോണുകളാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അത് രണ്ടും നമുക്ക് ഈക്വൽ ആണോ? 2 ത്രികോണങ്ങളും ഈക്വൽ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ആ മൂന്നാമത്തെ ഒരു കോണും കൂടെ കണ്ടുപിടിക്കണം. എന്നാലേ നമുക്കത് ആണോ അല്ലേന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കൂ, ആദ്യ ത്രികോണത്തിലെ കോൺ എൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. കോൺ എല്ലും കോൺ എമ്മും തന്നിട്ടുണ്ട്. എത്രയാണ്? 30ഉം 80ഉം ആണ്. അപ്പോൾ എൻ കാണാൻ എന്താ ചെയ്താൽ മതി? നമുക്കറിയാം ത്രികോണത്തിലെ 3 കോണുകളും കൂടെ കൂട്ടിയാൽ 180 ആണെന്ന്. അപ്പോൾ ബാക്കി 2 കോണും അറിയാമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 180 രണ്ടും കൂടെ കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ എത്രയാണ്? 180 മൈനസ് 30 പ്ലസ് 80 കണ്ടാൽ മതി. അപ്പോൾ എത്ര കിട്ടുക? 30ഉം 80ഉം കൂടെ കൂട്ടിയാൽ 110 അല്ലേ. അപ്പോൾ 180 മൈനസ് 110, അപ്പോൾ 70 ഡിഗ്രി എന്ന് കിട്ടും. ഇപ്പോൾ നോക്കൂ, ആ എൽ എം എൻ എന്ന് പറഞ്ഞ ത്രികോണത്തിൽ 8 സെൻറ്റിമീറ്റർ വശം, അതിൻ്റെ 2 എൻഡിലുള്ള കോണുകൾ ഒന്ന് 30ഉം ഒന്ന് 70ഉം ആണ് എന്ന് കിട്ടിയില്ലേ. അടുത്ത ത്രികോണത്തിലും 8 സെൻറ്റിമീറ്റർ വശത്തിൻ്റെ 2 എൻഡിലുള്ള കോണുകൾ ഒന്ന് 70ഉം ഒന്ന് 30ഉം തന്നെയാണെന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 ത്രികോണങ്ങളും എന്താണ്? തുല്യ ത്രികോണങ്ങളാണ്. അപ്പോൾ തുല്യ ത്രികോണങ്ങളുടെ എല്ലാ വശങ്ങളും എന്തായിരിക്കും? തുല്യമായിരിക്കും അല്ലേ. തുല്യ ത്രികോണങ്ങളിൽ തുല്യ കോണുകൾക്ക് എതിരെ വരുന്ന വശങ്ങൾ തുല്യമായിരിക്കും. അപ്പോൾ നോക്കൂ, ആദ്യം നമുക്ക് ഈക്വൽ ആണെന്ന് അറിയുന്ന വശങ്ങൾ ഏതൊക്കെയാണ് നോക്കാം, അത് എഴുതാം. എൽ എൻ എന്ന് പറഞ്ഞ വശം 8 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ മറ്റേ ത്രികോണത്തിൽ എക്സ് വൈ എന്ന് പറഞ്ഞ വശം 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആണെന്ന് എഴുതാം അല്ലേ. ഇനി നമുക്ക് 30 ഡിഗ്രി കോണിന് എതിരെ വരുന്ന വശം ഏതാന്ന് നോക്കാം. 30 ഡിഗ്രി കോൺ ഏതാണ്? ആദ്യത്തെ ത്രികോണത്തിൽ എൽ എന്നുള്ള കോണാണ് 30 ഡിഗ്രി. രണ്ടാമത്തേലോ കോൺ വൈ ആണല്ലേ 30 ഡിഗ്രി. അപ്പോൾ എല്ലിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന വശം എം എന്നും വൈയുടെ ഓപ്പോസിറ്റ് വരുന്ന വശം ഏതാണ്? എക്സ് സെഡും. അത് രണ്ടും ഈക്വൽ ആണെന്ന് എഴുതാം. ഇനി ബാക്കിയുള്ള വശം ഏതാണ്? നമുക്കറിയാം അത് രണ്ടും ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഏതൊക്കെ വശങ്ങളാണ്? എൽ എം ഇസ് ഈക്വൽ ടു വൈ സെഡ് എന്ന് എഴുതാം. അപ്പോൾ ഈക്വൽ ആയിട്ടുള്ള 3 വശങ്ങളും കിട്ടിയല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.